ഈ സ്ട്രിപ്പിൻ്റെ അടിയിൽ സ്ട്രിപ്പിനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഈ കട്ടിങ് അടിയിലോട്ട് വരത്തക്ക പോലെ ഇങ്ങനെ നിർത്തിയിട്ട് അതും നമ്മൾ ആ റാണിയെ അത് എടുത്ത് മാറ്റുന്ന അടയുടെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ രണ്ടിലും ചേർത്തിടരുത്. ആദ്യത്തെ നമ്മൾ ഈ സ്ട്രിപ്പ് കിട്ടിയതിൻ്റെ ബാലൻസ് ബ്രൂഡിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മുട്ടയും പുഴുവുള്ള ഒരട ഇടുക. അതിന് ശേഷം ഈ സ്ട്രിപ്പ് ഇടുക. അതിന് ശേഷം വീണ്ടും മുട്ടയും പുഴുവുള്ളത് പൂമ്പൊടിയും ഒക്കെ ഉള്ളത് അടുത്ത ഇട്ട് കൊടുക്കുക. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ച് ഗ്യാപ്പിലിട്ടാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരെണ്ണം ഇട്ട് അത് കഴിഞ്ഞൊരു 3-4 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുത്താലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ മുട്ടയും പുഴുവുള്ള ഒരട വേണം, പിന്നെ പൂമ്പൊടിയുള്ള ഒരട, പൂമ്പൊടി അല്പത്തേനുമൊക്കെ ഉള്ള ഒരടയാണോ നല്ലത്. അങ്ങനെ ഇട്ട് കൊടുത്ത് അതും 15 ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഓരോ പെട്ടിയിലേക്കും ഈ റാണിസിൽ കൊടുക്കാൻ നേരം നമ്മളിതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് ഈ റാണിസിൽ കൊടുക്കാൻ നേരം ഒരു റാണിസിലുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് അഴിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഓരോ റാണിസിൽ ഇതിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മളിതുപോലെ ഓരോ ഫ്രെയിമിലോട്ട് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് പെട്ടിയിലേക്ക് റാണിയെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോ, അപ്പോൾ ഈ റാണി ഒരു സെല്ല് ഏതാണ്ട് ഒരു വളർച്ചയായിട്ട് മതി, 10-12 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. 12 ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പെട്ടികളിലെ റാണിയെയും സൈഡ് ഒരടയെടുത്ത് മാറ്റി വേറൊരു പെട്ടിയിലോട്ടാക്കിയിട്ട് ഈ നമ്മൾ ഈ ഒരു റാണി സെല്ല് പിടിപ്പിച്ചേക്കുന്നത് മറ്റേ അടയെടുത്ത് മാറ്റുന്നിടത്തോട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് പിന്നെ അവർക്ക് റാണിക്ക് സെല്ലിന് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ നന്നായിട്ട് സാധിക്കും. അപ്പോൾ വിരിഞ്ഞിറങ്ങുന്ന റാണി നല്ല റാണിയായിരിക്കും.